മോർണിംഗ്. നമ്മളുടെ സെക്കൻഡ് പാർട്ട് ഇപ്പോൾ തുടങ്ങുകയാണ്. ഡേ 2 ഇൻ പഴനി. അപ്പോൾ നമ്മൾ നേരത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പക്ഷേ നേരത്തെ നമ്മൾ വന്നത് മുണ്ടും മേൽമുണ്ടൊക്കെ മേടിക്കാനായിട്ടാണ്. ഇപ്പം നമ്മൾ ശരിക്കും തൊഴാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ രാവിലെ കഴിച്ച പോലെ തന്നെ അവിടെ നിന്ന് ഗീ റോസ്റ്റ് കഴിച്ചു. ഞാൻ പോകേണ്ടത് ഇനി നമുക്ക് ബസ് കിട്ടണം. ബസ് താടാ പോയി, അവിടേക്ക് പോയി. ഇനി അടുത്ത ബസ്സിന് വേണം. ബസ് ഉണ്ട്, വരുന്നുണ്ട്. ഓക്കെ, കണ്ടോ രംഗോലിയൊക്കെ വെച്ചിട്ട് വേണ്ടേ. ബസ് വരുന്നു. സ്ഥലമുണ്ടോ ദൈവമേ? അപ്പം നോക്കട്ടെ. അടിപൊളി, ഫുള്ള് എല്ലാം സീറ്റും കഴിഞ്ഞു. എല്ലാവരും ഉണ്ട് ബസ്. ഇനി അടുത്തതിന് വെയിറ്റ് ചെയ്യണം. വന്നാൽ മതിയായിരുന്നു. ദൈവമൊന്നും അടുത്തത് വന്ന ഏകദേശം സീറ്റ് ഉണ്ട്. ഉണ്ട്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ബാക്ക് സീറ്റാണ് കിട്ടിയത്. ഇവിടെയൊക്കെ ബ്രിഡ്ജ് അവസ്ഥയാണ് കേട്ടോ. പിന്നെ ഇവിടെ തലമുടി വടിച്ചിട്ട് ചന്ദനം തേച്ച് തരും കേട്ടോ. ഇവിടെ കാവടി ആടാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെറുതൊക്കെ ഉണ്ട്. ഇത് ഫ്രണ്ട് നടേൻ്റെ അങ്ങോട്ടും നമ്മളേക്കും മുട്ട അടിക്കാനുള്ള ഞാൻ കാണിച്ചില്ലേ അത്. പിന്നെ കണ്ട് ഇവിടെ വരുമ്പോഴേക്കും നമ്മൾക്ക് ചന്ദനമൊക്കെ പുരട്ടി തരും. കാവടി ആയാലും ഉണ്ട്. അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഓരോ തരം കാവടിയുണ്ട്. പാൽ കാവടി, സാധാരണ കാവടിക്ക് 200 രൂപ, പാൽ കാവടിക്ക് 250 രൂപ. എന്തായാലും ഇനി നമുക്ക് തൊഴണം. ഈ കാവടികളൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കണം. മീൻസ് വാടക അങ്ങനെ വരും. എൻ്റെ വേറെ ബസ്, കുറേ ടൈപ്പ് ബസ്സുണ്ട്. ഇതൊക്കെ നമുക്ക് ഫ്രീ ആണ്. ഫ്രീ ബസ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്. ഞങ്ങൾ ഈ ഒരു വട്ടം കറങ്ങിയെന്ന് അറിയോ. ചിലവർ പറഞ്ഞാൽ അവിടെ മുണ്ട് കിട്ടണൊക്കെ സ്ഥലം. ഞങ്ങൾ അപ്പം അപ്പുറത്തായിരുന്നു. അപ്പോൾ അപ്പുറത്തും ചുറ്റിക്കറങ്ങി ഇവിടെ എത്തി. പിന്നെ ഇവിടുത്തെ ആൾക്കാരാണ് അപ്പുറത്ത്. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ചുറ്റിക്കറങ്ങിയ ഒരു മുണ്ട് മേടിക്കാൻ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടെ. മുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാവണ്ടേ. ഇനി എന്തായാലും എന്തെങ്കിലും കാണിക്കാനുണ്ടെങ്കിൽ കാണിക്കാം കേട്ടോ. കാണിക്കാനില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ തൊഴിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഐ ലവ് പഴനി, നമസ്തേ പഴനി. തൊഴുത് കഴിഞ്ഞിപ്പോൾ നേരെ ഹോട്ടലിലോട്ട് തിരിച്ചു പോയത്. അവിടെ നിന്ന് നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഹോട്ടലിലോട്ട് പോകാം. വൈകുന്നേരം 5:30 ആയിട്ടുണ്ട്.
നമ്മളപ്പോൾ ഈ റൂം വെക്കേറ്റ് ചെയ്യണതാണ് കേട്ടോ. ഈ കടയിലാണ് നമ്മൾ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. അടിപൊളി ഭക്ഷണമാണ്, സർവീസും പൊളിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ടാക്സി കയറി പോവുകയാണ് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട്. ഓക്കെ, നമുക്ക് അപ്പോൾ ഇനി ടാക്സിയിൽ വെച്ച് വീഡിയോ എടുക്കാം. ഇതും നമ്മളുടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് പോകണേണ്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ച റെയിൽവേ സ്റ്റേഷനിൽ എത്ര മുന്നേ ഒരു ചെടി മേടിക്കുന്ന കടയില്ലേ, ഗാർഡനോ, അവിടെ പോകണം. പക്ഷേ സമയമില്ല മക്കളെ, ഓൾറെഡി ലേറ്റായി. അപ്പം ഞങ്ങൾ പെട്ടെന്ന് പോകണേണ്. നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെ ഇരുന്ന് നമ്മൾ ഇറങ്ങിയ സ്ഥലം കുതിരവണ്ടിയൊക്കെ. ഇപ്പോൾ നമ്മൾ നമുക്ക് പ്ലാറ്റ്ഫോം നമുക്ക് എത്ര അമൃത എക്സ്പ്രസ് അമ്മയുടെ അടുത്ത് ചോദിച്ചു 16 ആണല്ലോ. അപ്പോൾ കറക്റ്റ് സ്ഥലം 16 തന്നെ. നമുക്ക് 16 തന്നെ പോവാം. പെയിൻറ്റിങ് നല്ല പെയിൻറ്റിങ്ങുള്ളൂ. സബ്വേ ഒക്കെ താണ്ടി മറിഞ്ഞ് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇതിൻ്റെ വ്യൂ ഒക്കെ. കാരണം മൗണ്ടെയിൻ അടിപൊളി വ്യൂ കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ. അടിപൊളി കാറ്റ് നല്ല അടിപൊളിയായിട്ട് വീശുന്നുണ്ട്. ഇതിൻ്റെ ഇത് കണ്ടാലേ മനസ്സിലാവും അടിപൊളിയായിട്ട് വീശുന്നുണ്ട്. അടിപൊളി ഇപ്പോൾ പറഞ്ഞു സെറ്റായി. കാറ്റ് കണ്ട് ഇവിടെയൊക്കെ ഫുള്ള് കാറ്റാട്ടെ, എപ്പോഴും കാറ്റുണ്ട്. എൻ്റെ പൊന്നോ, അതുകൊണ്ട് സ്വെറ്ററൊക്കെ ഇട്ടിട്ടോ പുറത്തിറങ്ങാൻ. കാറ്റ് കുറഞ്ഞു, ഇനിയും കാറ്റ് വരും. എന്ന് വെച്ചാൽ ഇവിടെ വിൻമിൽസൊക്കെ ഉണ്ട്, ഞാൻ കണ്ടായിരുന്നു. കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവിടെ ഫുൾ ഇങ്ങനെ ഓപ്പൺ ആയതുകൊണ്ട് ഫുള്ള് നേച്ചർ. പക്ഷെ മഴയാകുമ്പോഴേക്കും ആയിരിക്കും അടിപൊളിയാകും. സബയൊക്കെ അങ്ങനെയുണ്ട്, നല്ല രസമാണ്. വ്യൂസാണ് വിളിച്ചത്. ആ പട്ടി വന്നപ്പോഴേക്കും പേടിച്ചു പോയി. എന്നാലും വ്യൂസൊക്കെ അടിപൊളിയാണ്, എനിക്കിഷ്ടപ്പെട്ട്. നല്ല ഭംഗിയുണ്ട്. ഏറ്റവും ഇങ്ങനെ നിരന്ന് മൗണ്ടൈനാണ് കണ്ടോ, ഫുള്ള് നിരന്ന് അവിടെ നിന്ന് ഇവിടെ വരെ. ഇനിയും ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ വരെ കാണാനുണ്ട്. ഇത്രയും ഫുൾ ഫോഗ് നിറഞ്ഞിരിക്കുകയല്ലോ. ഫോഗ് അവിടെയെല്ലാം ഫോഗ് കാണാം. അടിപൊളി. ഒടുക്കത്ത കാറ്റാട്ടോ. എല്ലാവരും നീങ്ങുന്നുണ്ട്. 56. അപ്പോൾ ഒരു 4 മിനിറ്റും കൂടെ കഴിഞ്ഞ് 6:56 അല്ല 5:56. അപ്പോൾ ഒരു 4 മിനിറ്റ് കഴിയുമ്പോഴേക്കും 6 മണിയാവും. അപ്പോഴേക്കും ട്രെയിൻ വരുമായിരിക്കും. നേരത്തെ ട്രെയിൻ 20 മിനിറ്റ് മുന്നേ വന്നായിരുന്നില്ലേ. അമൃത എക്സ്പ്രസ് തന്നെയാണ് ഇപ്പോഴും. നേരത്തെ അമൃത എക്സ്പ്രസ് തന്നെയായിരുന്നു. ഇനി ഇവിടെ കഥയും പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. മഴ പെയ്യാൻ നല്ല സാധ്യതയുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. കാർമേഘങ്ങൾ വന്നിട്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്തായാലും. നമ്മളിപ്പോൾ ട്രെയിൻ കയറും. നമ്മൾ വന്നപ്പോൾ 20 മിനിറ്റ് ഫാസ്റ്റ് ആയത്, ഇപ്പോൾ 20 മിനിറ്റ് ലേറ്റ് ആയത്. എൻ്റെ ട്രെയിൻ വരുന്നുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് സാധനങ്ങളെല്ലാം എടുക്കാം. ട്രെയിനിൽ കയറിയിട്ടുണ്ട്. അവിടെ പഴനി കാണാൻ പറ്റുന്നുണ്ട്, കണ്ടോ പഴനി. അവിടെ നമ്മളുടെ ഓരോ മൗണ്ടെയിൻസ് ഇങ്ങനത്തെ ഹരിതപരമായിട്ടൊക്കെ കണ്ടു. നല്ല രസമുണ്ട്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിൽ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോന്ന് കഴിക്കും. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ പഴനി വ്ളോഗ് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ബൈ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ. അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇപ്പം തമിഴ്നാട് വിട്ടു, ബോർഡർ വിട്ടു.
ഇനി എന്തായാലും അവരില്ലേ പാർട്ടി വന്നപ്പോഴേക്കും ഇലയൊക്കെ വെച്ച് സ്പൂണൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടാണ്. അതാണ് ഞാൻ പറയണത്, ആ ഹോട്ടലിലത്തെ സർവീസ് അടിപൊളിയാണ്, എല്ലാവരും ഫ്രണ്ട്ലിയാണ്. ഇപ്പം എന്തായാലും ഉറങ്ങാനുള്ള സമയമായി. ഇപ്പം ഞാൻ ഉറങ്ങുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.